കേരളവും ഇന്ത്യയും ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിന്റെ ജനസ്വാധീനമുള്ള നേതാവ് ശശി തരൂരും തമ്മിലുള്ള രൂക്ഷമായ മത്സരമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടന്നത്. മാത്രമല്ല പന്ന്യൻ രവീന്ദ്രനും നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കുകയുണ്ടായി. ഈ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഫലം തിരുവനന്തപുരത്ത് ഉണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സാധാരണഗതിയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി വാക്ക് ഓവർ ആയിരുന്നു ശശി തരൂരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. 2019 ഏതാണ്ട് 1,00,000-ലധികം വോട്ടുകളുടെ അടുത്ത് ശശി തരൂരിന് നേടാൻ സാധിച്ചു. അത്തരത്തിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് ശശി തരൂർ വിജയിച്ചത്. പുറമെ മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതനല്ലാത്ത അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അത്ര പരിചിതനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയത് മുതൽ ശശി തരൂരിന് എതിരായ ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരം ശശി തരൂരിനെതിരായി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതടക്കം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേഖലകളിൽ ബി ജെ പിയുടെ സ്വാധീന മേഖലകൾക്ക് പുറത്തേക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീരദേശ മണ്ഡലങ്ങളിൽ പോലും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തിരുവനന്തപുരത്തിന് നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി. IT മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ വിഷനുമൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങളെ നിരവധിയായിട്ട് ആകർഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സാധാരണ ഇടത് സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി പന്ന്യൻ രവീന്ദ്രന് ഇത്തവണ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള രണ്ട് എതിരാളികളാണ് 2024 സംബന്ധിച്ച് ശശി തരൂരിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ഏറെ വിയർപ്പ് ഒഴുക്കി വിജയിപ്പിക്കേണ്ട വന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറഞ്ഞു. നിറങ്കട്ട ഒരു വിജയം മാത്രമാണ് ശശി തരൂരിന് ഇത്തവണ ലഭിച്ചത് എന്നുള്ള ഉറപ്പാണ്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു, BJP കഴിഞ്ഞു. മാത്രവുമല്ല, ഇടതുപക്ഷം സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു അലംഭാവം നിറഞ്ഞ പ്രവർത്തനമല്ലായിരുന്നു തിരുവനന്തപുരത്ത് ഇത്തവണ നടത്തിയത്. അവർ സജീവമായി പ്രവർത്തിച്ചു. ഏറെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ മുൻ MP ആയുള്ള പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിച്ചത്. അദ്ദേഹത്തിന് തൻ്റെ സ്വാധീന മേഖലകളിൽ ഇടതുപക്ഷ വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു. അങ്ങനെ ഇടതുപക്ഷ വോട്ടുകൾ പന്ന്യൻ രവീന്ദ്രൻ നിലനിർത്തുകയും ശശി തരൂരിൻ്റെ വോട്ട് ബാങ്കിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറുകയും ചെയ്തതോടുകൂടിയാണ് ശശി തരൂരിന് വളരെ പ്രയാസകരമായ ഒരു മത്സരം ഇത്തവണ ഉണ്ടായത്. എന്തായാലും 4ാം തവണയും ഭാഗ്യം ശശി തരൂരിന് ഒപ്പമാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. 15,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മണ്ഡലത്തിലെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമാണ് 5 വർഷം കഴിഞ്ഞ് ഇനിയുള്ള റിസൾട്ടിനെ സ്വാധീനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു ശക്തമായ സ്വാധീനമായി തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകും. വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് രാഷ്ട്രീയമായി ശശി തരൂരിനെ ഇനി കാത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ BJP നേടിയ ഈ വിജയമാണ് സത്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത്തവണ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. തൃശ്ശൂരിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയ കേരളം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വൻ വിജയം നേടിയത് എന്നത് നമ്മൾ വളരെ ഗഹനമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപിക്കും BJPക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും തൃശ്ശൂരിൽ കേന്ദ്രീകരിക്കാൻ BJPക്ക് സാധിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് 75,000-ലധികം വോട്ടിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമായി നടത്തുവാൻ അവർക്ക് സാധിച്ചു. മാത്രമല്ല, മണ്ഡലത്തിൽ നിരവധി തവണ മോഡിയെ കൊണ്ടുവരാനും മോഡി ഗ്യാരണ്ടിക്കൊപ്പമാണ് സുരേഷ് ഗോപിയെന്നും ഒരു കേന്ദ്രമന്ത്രിയാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ എന്നുള്ള പ്രചരണങ്ങളെല്ലാം തൃശ്ശൂരിൽ ഫലപ്രദമായി തന്നെ വിജയിപ്പിക്കാൻ, അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാൻ BJPക്ക് സാധിച്ചു. മാത്രമല്ല, ക്രൈസ്തവ വോട്ട് ബാങ്കിൽ നിർണായകമായി കടന്നു കയറാൻ BJPക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ക്രോസ് വോട്ടിങ്ങിനെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ മത്സരത്തിൻ്റെ തുടക്കം മുതൽ അവർക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നു. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കന്മാരെ പ്രചരണത്തിന് കൊണ്ടുവരാനും മറ്റ് മത സാമുദായിക സംവിധാനങ്ങളെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ഒക്കെ സുരേഷ് ഗോപിക്കും BJPക്ക് സാധിച്ചിരുന്നു. ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ സജീവമാക്കി നിലനിർത്തുന്നതിലും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എതിരായി വരാനുള്ള സാഹചര്യങ്ങളെ മുഴുവൻ നിഷ്കരുണം ലഘൂകരിക്കാനുമൊക്കെ
BJPക്ക് തൃശ്ശൂരിൽ സാധിച്ചു. ഇത്തരത്തിൽ BJP വളരെ സിസ്റ്റമാറ്റിക്കായി ഉത്തരേന്ത്യയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലുമൊക്കെ പ്രയോഗിച്ചു വരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെയും അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിൻ്റെയും ഒരു ഫലമായിട്ടാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. UDFിൻ്റെ മുരളീധരന് ലഭിക്കേണ്ട നിരവധി വോട്ടുകളെ BJPക്ക് അക്ഷരാർത്ഥത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു. മുന്നോക്ക ഹൈന്ദവ സമുദായ വോട്ടുകളും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളിലുമൊക്കെ പരമ്പരാഗതമായി ഈ വോട്ടുകൾ UDFിന് ലഭിച്ചു വരുന്നതാണ്. ഈ വോട്ട് ബാങ്കിലേക്ക് കൃത്യമായി കടന്നു കയറാനും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാതിരിക്കാനുമൊക്കെ BJPക്ക് സാധിച്ചു. അത്തരത്തിൽ തങ്ങളുടെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരു മേധാവിത്വം പുലർത്തിയാണ് BJP ഇവിടെ ജയിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത് തിളക്കമാർന്ന വിജയമാണ്, അഭിനന്ദനാർഹമാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി പദം ഇവിടെ നിന്ന് അർഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.